അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വലൈക്കും അസ്സലാം. ദുൽഹിജ്ജ മാസത്തിലേക്ക് നമ്മളിപ്പോൾ കടന്നിരിക്കുകയാണ്. ദുൽഹിജ്ജ മാസം എന്ന് പറയുമ്പോൾ ലോക മുഅ്മിനീങ്ങളും മുഴുവൻ ഹജ്ജിന് പോകുന്ന മാസമാണ്. അവർ ഹജ്ജിന് വേണ്ടി പുറപ്പെടുകയാണ്. ഹജ്ജ് എന്ന് പറയുന്ന ആരാധന ഇസ്ലാമിൽ ഒരുപാട് വർഷത്തെ പഴക്കമുണ്ടതിന്. സ്മരണ പുതുക്കലാണത്. ഈ ഹജ്ജിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു വ്യത്യസ്തമായൊരു ഇസ്ലാമിലെ ഇബാദത്ത് എന്ന് പറയുമ്പോൾ ലോകത്തിൽ തന്നെ ഒരുപാട് തരം ജനങ്ങളും വ്യത്യസ്തമായ വർഗ്ഗക്കാരും വ്യത്യസ്തമായ ഭാഷക്കാരും വ്യത്യസ്തമായ വർണ്ണങ്ങളുള്ളവരും അവരൊക്കെ ഒരിടത്ത് ഒരുമിച്ച് കൂടുന്ന ഒരു വ്യത്യസ്തമായൊരു ഇസ്ലാമിലെ ഇബാദത്ത് എന്ന് വേണം ഹജ്ജിനെ നമ്മൾ കാണാൻ. മുത്തുനബി തങ്ങൾ ഒരു ഹജ്ജാണ് ചെയ്തിട്ടുള്ളത്. അവിടുത്തെ ജീവിതത്തിലെ ഈ ഹജ്ജിനെ ഹജ്ജത്തുൽ വിദ എന്നാണ് അറിയപ്പെടുന്നത്. ഈ മുത്തുനബി തങ്ങളുടെ ഈ ഹജ്ജിനെ പറ്റി പറയുമ്പോൾ അവിടുത്തെ ആ ഹജ്ജിൽ നമുക്കൊരിക്കലും ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒന്നാണ് അറഫ പ്രഭാഷണം എന്നുള്ളത്. കാരണം ഈ അറഫ പ്രഭാഷണം എന്ന് പറയുമ്പോൾ ഈ ലോകത്തുള്ള മനുഷ്യർക്ക് വേണ്ടിയുള്ള മനുഷ്യാവകാശ പ്രഖ്യാപനമാണ് അറഫ പ്രഭാഷണം. ഈ അറഫ പ്രഭാഷണത്തിൽ ലോകത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും വേണ്ട അവരെങ്ങനെയാണ് അവിടുത്തെ കാലശേഷം ജീവിക്കേണ്ടത് എന്നുള്ള പ്രഖ്യാപനങ്ങളായിരുന്നു അറഫയിൽ നിമിതങ്ങൾ നൽകിയിട്ടുള്ളത്. അതെ, അറഫ പ്രഭാഷണത്തെക്കുറിച്ച് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 23 വർഷത്തെ പ്രബോധന ജീവിതത്തിന് ശേഷം നബി തങ്ങൾ ജനങ്ങൾക്കാകമാനം നൽകുന്ന അവകാശ പ്രഖ്യാപനങ്ങളായിരുന്നു അന്ന് വാദി ഉർണയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറഫ പ്രഭാഷണത്തിൽ പറയുകയുണ്ടായത്. പ്രധാനമായും അറഫ പ്രഭാഷണം ഇസ്ലാമിൽ വിവിധ റിവായത്തുകളിലൂടെയാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഏകോപിച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഇതെല്ലാം എടുത്തു നോക്കുമ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് പ്രധാനമായും 3 പ്രഖ്യാപനങ്ങളിലേക്കാണ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറഫയിൽ പ്രഖ്യാപിച്ച ഈ 3 പ്രഖ്യാപനങ്ങൾ എന്ന് പറയുന്നത് അതിൽ പ്രധാനപ്പെട്ടതും നബി തങ്ങൾ പ്രഖ്യാപിച്ചത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള അവകാശ പ്രഖ്യാപനങ്ങളായിരുന്നു. പിന്നീട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിക്കുന്നത് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള അവകാശ പ്രഖ്യാപനങ്ങളാണ്. ഇതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു പ്രഭാഷണമാണ് അറഫ പ്രഭാഷണം എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഇവിടെ നബി തങ്ങളുടെ ഇത്രയും പ്രധാനപ്പെട്ട ഈ പ്രഭാഷണത്തിൽ രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള അവകാശ പ്രഖ്യാപനത്തെക്കുറിച്ചാണ്. ഇവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇസ്ലാം എത്രമാത്രം സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നുണ്ട് എന്നുള്ളത്. അതുപോലെ മറ്റൊരു പ്രഖ്യാപനമാണ് ജനങ്ങളുടെ സമ്പത്തും അഭിമാനവും എങ്ങനെ കാത്തു സൂക്ഷിക്കണം എന്നതിനെക്കുറിച്ചുള്ള അവകാശ പ്രഖ്യാപനമാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറഫയിൽ പ്രഖ്യാപിച്ചത്. ഇങ്ങനെ നോക്കുമ്പോൾ ലോകത്ത് ഇസ്ലാമിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളിൽ ഒരു വിഷയമാണ് ഹക്ക് ഹുക്കൂക്ക് എന്ന് പറയുന്ന ഈ 2 പദങ്ങളെക്കുറിച്ച്. ഇതിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് നമ്മൾ ചെന്ന് നോക്കുമ്പോൾ അവകാശം അല്ലെങ്കിൽ അവകാശങ്ങൾ എന്നീ അർത്ഥസാരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ പ്രഖ്യാപനത്തിൽ കൂടുതലായും നബി തങ്ങൾ പ്രഖ്യാപിക്കുന്നത് എന്താണ്? ജനങ്ങൾക്ക് വേണ്ടിയുള്ള അവകാശ പ്രഖ്യാപനങ്ങളാണ്. ഇവിടെ തന്നെ നമുക്ക് മനസ്സിലാകാം ഇസ്ലാം എത്രമാത്രം അവകാശങ്ങൾക്ക് മൂല്യം നൽകുന്നുണ്ട് എന്നുള്ളത്. അതെ, ശരിയാണ്. നമ്മൾ ചിന്തിക്കുമ്പോൾ നബി തങ്ങളുടെ ഏതൊരു പ്രഭാഷണമോ പ്രസംഗമോ എടുത്തു നോക്കിയാലും അവിടുന്ന് മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി തന്നെയാണ് സംസാരിച്ചിരുന്നത്. അതുമാത്രമല്ല അവിടുത്തെ എല്ലാ പ്രഭാഷണങ്ങളിലും പ്രസംഗങ്ങളിലും അവിടുന്ന് അഭിസംബോധന ചെയ്യുക ഓ ജനങ്ങളെ യാ അയ്യുഹന്നാസ് എന്നായിരുന്നു. നബി തങ്ങൾ എപ്പോഴും അഭിസംബോധന ചെയ്യുക ജനങ്ങളെ എന്നായിരുന്നു. കേവലം ഇസ്ലാമിൻ്റെ ഉള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ജനങ്ങളെയല്ല, ഈ ലോകത്താകമാനമുള്ള ജനങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അവിടുന്ന് അങ്ങനെയായിരുന്നു അവിടുത്തെ നബി തങ്ങളുടെ എല്ലാ പ്രഭാഷണങ്ങളിലും പ്രസംഗങ്ങളിലും അവിടുന്ന് അഭിസംബോധന ചെയ്യുക. ഖിയാമത്ത് നാൾ വരെ അതെ അത്രയേറെ വലിയ ദീർഘവീക്ഷണത്തോടെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഓരോ പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളും ഉണ്ടായത്. അപ്പോൾ എന്ന് പറയുമ്പോൾ ഖിയാമത്ത് നാൾ വരെ വരാൻ പോകുന്ന മുഴുവൻ ജനങ്ങളെയുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു പ്രഭാഷണത്തിൽ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത്. യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, അതായത് മനുഷ്യാവകാശങ്ങളുടെ ആഗോള പ്രഖ്യാപനം എന്ന് വേണം ഇത് നമ്മൾ കാണാനായിട്ട്. ഒറ്റ വാക്കിൽ പറയുമ്പോൾ അങ്ങനെയാണ് ഇതിനെ വീക്ഷിക്കുന്നത്. അപ്പോൾ ഈ ലോകത്ത് മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങൾ ആദ്യമായിട്ട് ഈ യൂറോപ്പ് പോലും ഈ മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങൾ ആദ്യമായി കൊണ്ടുവരുന്നത് 1215-ലാണ്. ഈ അവരൊക്കെ കൊണ്ടുവരുന്നതിനേക്കാൾ എത്രയോ മുമ്പ് നിബിധങ്ങൾ ഇതിനെ
1400 വർഷങ്ങൾക്ക് മുമ്പേ ഈ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. ഇതൊരു രാജാവിനെതിരെ അവിടുത്തെ ആ നാട്ടിലെ ജനങ്ങൾ തെരുവിൽ ഇറങ്ങിയപ്പോഴായിരുന്നു അവിടെ ഈ ഒരു സംഭവം കൊണ്ടുവന്നത്. യൂറോപ്പിൽ ഈ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് ലോകത്ത് ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തുന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം. പക്ഷേ ഇതിനൊക്കെ എത്രയോ മുമ്പ് നിബിതങ്ങൾ ഇത് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ അറഫ പ്രഭാഷണത്തെ പറ്റി ഇത്രയേറെ ലോകത്ത് അതിനെപ്പറ്റി ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടാനുള്ള കാരണവും അത് തന്നെയാണ്. അറഫയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അതിലേക്കുള്ള റസൂലുള്ളാഹിൻ്റെ യാത്ര തന്നെ വളരെ സംഭവബഹുലമായിരുന്നു. നമ്മൾ നോക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ ആ ഒരു സമയത്ത് ആർക്കൊക്കെ വരാൻ കഴിയുമോ അവരെല്ലാവരും മുഴുവനായി ഈ ഒരു യാത്രയിൽ പങ്കെടുക്കണമെന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനങ്ങളെ തങ്ങളോടൊപ്പം ഏകദേശം ലക്ഷക്കണക്കിന് സഹാബത്ത് അവിടുന്ന് അനുഗമിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതുപോലെ തന്നെ ഇത്രയേറെ പ്രധാനപ്പെട്ട ഒരു യാത്രയായിരുന്നിട്ട് പോലും അവിടുന്ന് വളരെയേറെ സഹജീവികളോടൊക്കെ വളരെയേറെ കരുണ കാണിച്ചിട്ടുണ്ട്. നമുക്ക് പല സംഭവങ്ങളെടുത്ത് നോക്കാം. അതിൽ ഒരു കാര്യം ഞാൻ വായിക്കുന്നുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തും അങ്ങനെ ഈ അറഫയിലേക്ക് പോവുക. അതെ പോകുന്ന വഴിയിൽ ഈ ഒരു മാൻപേടയ്ക്ക് കാലിൽ എന്തോ മണലിൽ കുടുങ്ങിയിട്ട് പരിക്ക് പറ്റി ഈ മാൻപേട ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചെയ്തെന്താ, ഒരു സഹാബത്തിനെ അവിടെ നിർത്തി. ഈ മാൻപേടയെ നോക്കാനായി ഒരു സഹാബത്തിനെ അവിടെ നിർത്തിയിട്ട് ഈ ലക്ഷക്കണക്കിന് ജനങ്ങളും കടന്നു പോയതിനു ശേഷം ആ സഹാബത്തിനോട് വരണമെന്ന് കൽപ്പിച്ചു. അപ്പോൾ നമുക്കിത് മനസ്സിലാകുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പോലും അതെ ഇത്രയേറെ പ്രധാനപ്പെട്ട ഒരു യാത്രയിൽ പോലും ചെയ്തെന്ന് പറയുമ്പോൾ ആ ഒരു കരുണ, ആ ഒരു സഹജീവി സ്നേഹം നമ്മൾ മനസ്സിലാക്കേണ്ടത് തന്നെയാണ്. ഇവിടെ ഇതിനെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഈ മൂന്നാമത്തെ പ്രഖ്യാപനം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിച്ചല്ലോ, അഥവാ സമ്പത്തും അഭിമാനവും അഥവാ രക്തവും എന്നുള്ള ഒരു ആശയം കൂടിയാണ്, അത് അർത്ഥതലങ്ങളാണ് അതിൽ ഉൾക്കൊള്ളുന്നത്. ഇവിടെ മറ്റൊരു സംഭവം കൂടി നമ്മുടെ ഈ യാത്രയിൽ ഉണ്ടാവുകയുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒട്ടകത്തിന് മുകളിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒട്ടകത്തിന് മുകളിലാണ്, സ്വഹാബത്ത് അനുഗമിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ ഒരു കുറച്ച് ബുദ്ധിമുട്ടുള്ള രണ്ടാൾ അദ്ദേഹത്തെ താങ്ങിക്കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അനുഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ അതെ അദ്ദേഹം എന്താക്കിയിട്ടുണ്ട്, ഈ ഹജ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് നേർച്ചയാക്കിയിട്ടാണ് പോരുന്നത്. അഥവാ അതെ നടന്നുകൊണ്ട് ഹജ്ജ് ചെയ്യാനാണ് അദ്ദേഹം നേർച്ചയാക്കിയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തെ താങ്ങിക്കൊണ്ട് രണ്ടാൾ നടന്നു. അതെ അതെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒട്ടകത്തിന് മുകളിൽ സഞ്ചരിക്കുന്ന ഈ സന്ദർഭത്തിൽ നബി തങ്ങൾ ഈ ഒരു അവസ്ഥ കാണുകയാണ്. അപ്പോൾ നബി തങ്ങൾ പറയുന്നുണ്ട്, ഇത്രമേൽ ബുദ്ധിമുട്ടിക്കൊണ്ടുള്ള ഒരു ആരാധന അത് അള്ളാഹുവിന് ആവശ്യമില്ല. അഥവാ അവിടെ നമുക്ക് എന്ത് മനസ്സിലാക്കാം, അതെ പ്രയാസപ്പെട്ടുകൊണ്ടുള്ള ആരാധനകൾ വേണ്ട എന്നാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിയ്യത്ത് ചെയ്തിട്ടാണ് നടന്ന് ഹജ്ജിന് പോകാമെന്ന് നിയ്യത്ത് ചെയ്ത് വന്നൊരാളോടാണ് റസൂലുള്ളാഹി അങ്ങനെ പറയുന്നത്. അതെ അതെന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മുടെ ഇങ്ങനെ ഒരു ഇത്രമേൽ ഇസ്ലാമിൻ്റെ ആരാധനകൾ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ഇബാദത്തുകൾ ഇത്രമേൽ ബുദ്ധിമുട്ട് ഉളവാക്കുന്ന ഒന്നല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന മറ്റൊരു കാര്യം. ലഘുവായ സിമ്പിളാണ് എന്നുള്ളതാണ്. അതെ മറ്റൊരു സംഭവം നടക്കുന്ന എന്താണെന്ന് വെച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും ആയിഷ ബീവിയും എല്ലാം മക്കത്തേക്ക് എത്തുന്നതിൻ്റെ അല്പ ദിവസങ്ങൾ മുമ്പ് അല്ലെങ്കിൽ തലേ ദിവസമാണ് ആയിഷ ബീവിക്ക് ആർത്തവം ഉണ്ടാകുന്നത്. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇത്ര ദിവസത്തോളം സഞ്ചരിച്ച് ഇത്രമേൽ നിയ്യത്താക്കി അല്ലെങ്കിൽ ഇത്രമേൽ ഒരു സന്തോഷം ഉള്ള ഒരു യാത്രയാണ് ഹജ്ജത്തുൽ വിദാഇൻ്റെ ഈ യാത്ര എന്ന് പറയുന്നത്, അഥവാ അറഫയിലേക്കുള്ള ഈ യാത്ര എന്ന് പറയുന്നത്. ആ സന്ദർഭത്തിൽ ആയിഷ ബീവിക്ക് ഇങ്ങനെ ഒരു ആർത്തവം ഉണ്ടാകുന്ന സന്ദർഭത്തിൽ ആയിഷ ബീവി തൻ്റെ കൈമയിലിരുന്ന് കരഞ്ഞുകൊണ്ട് ഇരിക്കുന്നൊരു അവസ്ഥ നബി തങ്ങൾ കാണുകയാണ്. അതെ അങ്ങനെ ഈ ഒരു സംഭവം കാണുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ചെന്നിട്ട് പറയുകയാണ്, നീയും ഒരു സ്ത്രീയാണ്, അഥവാ സ്ത്രീകൾക്കുണ്ടാവുന്ന എല്ലാ കാര്യങ്ങളും പ്രകൃതിയുമായി സ്ത്രീകൾക്കുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും തനിക്കും ഉണ്ടാവുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവിയോട് ഉപദേശിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇസ്ലാമിൽ അല്ലെങ്കിൽ ലോകത്ത് ഇന്ന് ആകമാനം ഒരു ചർച്ച ചെയ്യുന്നൊരു വിഷയം കൂടിയാണ്. മറ്റൊരു കാര്യം പറയുന്നത്, നീ ഹജ്ജ് നീ പൂർത്തിയായിക്കൊള്ളുക, പക്ഷെ തവാഫ് ചെയ്യുമ്പോൾ തവാഫിന് വുളൂവിൻ്റെ ആവശ്യമുണ്ടായതുകൊണ്ട് അല്ലെങ്കിൽ ശുദ്ധിയുടെ ആവശ്യമുണ്ടായത് കൊണ്ടാണ് അവിടെ പ്രത്യേകമായും തവാഫ്
അവസാനം ചെയ്യാം, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാമെന്ന് പറയുന്നത്. മാത്രമല്ല ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ആർത്തവം ഉണ്ടാകുന്ന ആ ജാഹലിയ കാലഘട്ടമാണ്. അതെ, അന്ന് അത്രമാത്രം വിമർശനങ്ങൾ ഈ ആർത്തവത്തെക്കുറിച്ച് അത്രമാത്രം സ്ത്രീകൾ വീടിന്റെ പുറത്ത് തണുപ്പും കാറ്റും മഴയും വെയിലൊക്കെ കൊണ്ടിട്ട് പുറത്ത് കിടന്നുറങ്ങണമെന്നായിരുന്നു അന്നത്തെ നിയമം. അങ്ങനെ ചേർത്ത് പിടിക്കുന്ന സ്ത്രീകൾക്കുള്ള അവകാശ പ്രഖ്യാപനങ്ങൾ അന്ന് നടത്തുന്നു. അതെ, ഇങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ തന്നെ നബി തങ്ങൾ അത്രമാത്രം ആയിഷ ബീവിയെ, അല്ലെങ്കിൽ ആയിഷ ബീവിയെ എന്നതിനപ്പുറം സ്ത്രീകളെ കൂട്ടിപ്പിടിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു സ്ത്രീക്ക് ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും നിനക്ക് ഉണ്ടാകുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അവിടെ. അതെ, ഈ ഒരു സംഭവത്തിൽ എന്താണെന്ന് വെച്ചാൽ സ്ത്രീകളെ അന്ന് ഈ ആർത്തവത്തിൻ്റെ വിഷയത്തിൽ ഇന്നും നമ്മുടെ സമൂഹം കരകയറിയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ചില ആദിവാസി ഗോത്രങ്ങളിൽ പോയാൽ അവരുടെ വീടിന്റെ പുറത്ത് ചില ഷെഡുകൾ ഉണ്ടാകുമായിരുന്നു. അപ്പൊ എന്തിനാന്ന് ചോദിക്കുമ്പോൾ അവര് പറയുന്നത് എന്തിനാന്ന് ചോദിച്ചാല് ആർത്തവം ഉണ്ടാകുന്ന സ്ത്രീകളെ കിടത്താൻ. അപ്പൊ ഇന്ന് പോലും ആ ഒരു ഇതിന്ന് ചില സമുദായങ്ങൾ, ചില വെളിച്ചെത്താത്ത സമൂഹങ്ങൾ ഇന്നും അതിനൊന്നും മുക്തമായിട്ടില്ല എന്നുള്ളതാണ്. കാരണം പലതിലേക്കും വിശ്വാസം വന്നില്ല എങ്കിൽ ഇന്നും പല ഗോത്ര സമുദായങ്ങളൊക്കെ ചെന്ന് നോക്കിയാൽ ഇന്നും ആ സമുദായം നിലവിലുണ്ട് എന്നുള്ളതാണ്. കാരണം ഇന്നും അതിനൊന്നും പൂർണ്ണമായും പലരും മുക്തമായിട്ടില്ല എന്നുള്ളതാണ്. ഈ പ്രഖ്യാപനത്തിന് ഞങ്ങൾ പറയുന്നുണ്ട്, സ്ത്രീകൾ എന്ന് പറയുന്നത് പുരുഷന്മാരുടെ പൂർണ്ണ സംരക്ഷണത്തിൽ, അതായത് നിങ്ങൾ അവർക്ക് എല്ലാ അവകാശങ്ങളും നൽകണം എന്നായിരുന്നു ഞങ്ങൾ അന്നാട് ആ പ്രഭാഷണത്തിൽ തന്നെ പറഞ്ഞത്. അപ്പോൾ ആ ഒരു പ്രഭാഷണത്തിൽ സ്ത്രീകളെ പറ്റിയും മനുഷ്യർക്കുള്ള അവകാശങ്ങളെ പറ്റിയും അവരുടെ സമ്പത്തിനെ പറ്റിയും മാത്രമല്ല അവരുടെ അഭിമാനത്തെ കാത്തു സൂക്ഷിക്കാനാണ് നിങ്ങൾ പറഞ്ഞത്. എന്ന് പറയുമ്പോൾ അഭിമാനത്തെയും രക്തത്തെയും നിങ്ങൾ സംരക്ഷിക്കണം എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, അത്രമേൽ അത് ചെറിയ കാര്യങ്ങൾക്ക് പോലും യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. ആ ഒരു സമുദായത്തിലാണ് നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ രക്തത്തെ നിങ്ങൾ സംരക്ഷിക്കണം എന്ന് പറയുന്നത് അങ്ങോട്ടാണ് അർത്ഥമാക്കുന്നത്. യുദ്ധങ്ങൾ എന്ന് പറയുന്നത് ആവശ്യമില്ലാതെ ചെറിയ കാര്യങ്ങൾക്ക് പോലും തർക്കിക്കുന്ന യുദ്ധം നടക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു ഈ ആധുനിക കാലഘട്ടം എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോ ഈ സമകാലിക യുഗത്തിൽ ഒരുപാട് യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അവർക്കൊക്കെ നിബിധങ്ങൾ അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും കിയാമത്ത് നാൾ വരെയുള്ള ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പ്രഖ്യാപനമായിരുന്നു വെറും ഒരു മുസ്ലിങ്ങൾ എന്ന ഒരു ആശയമല്ല അവിടെ ഉൾക്കൊള്ളുന്നത് എന്ന് നമുക്കതിൽ മനസ്സിലാക്കാം. അതുകൊണ്ടാണ് ആ ഒരു ഓ ജനങ്ങളെ എന്ന്, അല്ലെങ്കിൽ ഓ സത്യവിശ്വാസികൾ എന്ന് മുഅ്മിനീങ്ങളെന്ന് ആ മുസ്ലിമീങ്ങളെ അഭിസംബോധന ചെയ്യാമായിരുന്നു. ഓ ജനങ്ങളെ എന്നുള്ള വിളിയിൽ നിന്ന് പണ്ഡിതന്മാർ പറയുന്നത് കാണാം. ആ ഒരൊറ്റ വിളി എന്ന് പറയുന്നത് ലോക ജനങ്ങൾക്ക് ആകമാനമായി വരെ വരാൻ പോകുന്ന എല്ലാ ജനങ്ങൾക്ക് വേണ്ടിയുമുള്ളതാണ് എന്താണ് അതിനെപ്പറ്റി പറയാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു തുടങ്ങിയത് ഈ സ്ത്രീ സുരക്ഷയുടെ കാര്യം നമ്മൾ ചിന്തിക്കുമ്പോൾ ഇപ്പോൾ ഈ ദൃശ്യശ്രവ്യ മാധ്യമങ്ങളിലൂടെ നമ്മൾ ഒരു ദിവസം പോലും നമ്മളിലൂടെ കഴിഞ്ഞു പോകത്തില്ല. സ്ത്രീപരമായിട്ടുണ്ടാകുന്ന വിഷയങ്ങളും സ്ത്രീകൾക്ക് മേലുണ്ടാകുന്ന അക്രമങ്ങളും കഴിഞ്ഞു പോകാത്തൊരു ദിവസങ്ങൾ ഇപ്പോൾ നമ്മളുണ്ടാകില്ല. അപ്പോഴാണ് നമ്മുടെ ഇടയ്ക്ക് ഈ അറഫ പ്രസംഗത്തിലെ ഈ സ്ത്രീ സംരക്ഷണം എന്ന വിഷയം ശ്രദ്ധേയമാകുന്നതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആയിഷ ബീവിയോടുള്ള ഒരു കെയറിങ് ഇതൊക്കെ വളരെയേറെ പ്രസക്തമാകുന്നത്. ഇപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഘോരഘോരമായി ഇതിനെതിരെ പ്രസംഗിക്കുന്ന ഫെമിനിസ്റ്റുകളൊക്കെ ഇസ്ലാമിൽ സ്ത്രീകൾക്ക് എന്താണ് പ്രയോറിറ്റി ഇല്ല, പ്രാധാന്യം കൊടുക്കുന്നില്ല എന്ന് പറയുന്ന ഫെമിനിസ്റ്റുകൾ ഈ ഒരു വശം കാണാതെ പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ ഈ അടുത്തൊരു പത്രത്തിൽ വാർത്ത വായിക്കാൻ സാധിച്ചിരുന്നു. ആ വാർത്തയിൽ പത്രത്തിലൊരു ഫോട്ടോയും ഹൈലൈറ്റ് ആയിട്ട് അവർ കൊടുത്തിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഒരു വെള്ളക്കാരനായ ഒരു പോലീസുകാരനാണ്, അതായത് ഒരു അമേരിക്കൻ പോലീസുകാരൻ. ഇദ്ദേഹം ഒരു കറുത്ത വർഗ്ഗക്കാരനായ നീഗ്രോ മനുഷ്യനെ എന്തോ ചെറിയ തെറ്റ് ചെയ്തപ്പോൾ പോലീസുകാർക്ക് അവകാശം ഉണ്ടായിരിക്കാം, പക്ഷേ അദ്ദേഹത്തെ നിലത്ത് കിടത്തിയിട്ട് കൊണ്ട് കഴുത്ത് ഞെരിച്ചുകൊണ്ട് ആ മനുഷ്യനെ റോട്ടിൽ കിടന്ന് അന്ത്യശ്വാസം വലിക്കുന്ന ഒരു സംഭവം ഉണ്ടായി. ഈ ഫോട്ടോ കാണുമ്പോൾ തന്നെ ഏതൊരു മനുഷ്യനും നെഞ്ഞ് കലങ്ങിപ്പോകുന്ന, അവരുടെ കണ്ണൊന്ന് നിറഞ്ഞു പോകുന്ന അവസ്ഥയായിരുന്നു. കാരണം ഈ ഫോട്ടോ കാണുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്നത് അവസാനം മക്കം ഫതഹിന്റെ സമയത്ത് നോക്കുമ്പോൾ അവിടെ നിന്ന് മുത്തുനബി തങ്ങൾ കഅബയുടെ ഉച്ചിയിൽ കയറിയിട്ട് ഇസ്ലാമിന്റെ വിജയപ്രഖ്യാപനം നടത്താൻ പറയുന്നുണ്ട്. ആ സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുണ്ട്, സൽമാൻ അൽ ഫാരിസ് തങ്ങളുണ്ട്, അതുപോലെ സിദ്ദീഖ് തങ്ങളുണ്ട്, അലിയാർ തങ്ങളുണ്ട്. പക്ഷേ മുത്തുനബി തങ്ങൾ ആ കഅബയുടെ മുകളിൽ കയറിയിട്ട് ഇസ്ലാമിന്റെ വിജയപ്രഖ്യാപനം നടത്താൻ മുസ്ലിങ്ങൾ കൽപ്പിക്കുന്നത് ആരോടാ? ബിലാൽ തങ്ങളോടാണ്. അതിൽ നിന്ന് മനസ്സിലാക്കുക, വർണ്ണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ വർഗം എന്ന് പറയുമ്പോൾ
ബിലാൽ റളിയല്ലാഹു അൻഹു പറയുന്നത് അറബികൾ തൊട്ടുകൂടാത്ത, അതായത് അറബികൾ അടിമ എന്നുള്ള ഒരു വ്യവസ്ഥയിൽ നിന്ന് കയറി വന്ന അത്രയും താഴ്ന്ന ഒരു വിഭാഗം, അറബികളുടെ അരികിലേക്ക് അടുക്കാൻ പോലും പാടില്ലായിരുന്നു എന്നാണ്. അങ്ങനെയുള്ള ഒരു ബിലാൽ തങ്ങളെയാണ് മുത്തുനബി തങ്ങൾ അത്രയും അവകാശങ്ങൾ കൊടുത്ത് ഉയർത്തിക്കൊണ്ടുവന്നത്. അതിപ്പോൾ ഇസ്ലാമിൻ്റെ ഏതൊരു വിഭാഗത്തെടുത്ത് നോക്കിയാലും വർണ്ണ വിവേചനങ്ങളില്ലാതെ, ചെറിയവനോ വലിയവനോ ഒന്നില്ലാതെ, പാവപ്പെട്ടവനോ കോടീശ്വരനോ ഒന്നില്ലാതെ, അതിന് അതിന് വലിയൊരു ഉദാഹരണമാണ് ഹജ്ജ് എന്ന് പറയുന്നത്. ലോകത്ത് ആകമാനമുള്ള മുസ്ലിം ജനത കോടീശ്വരനായാലും ലോകത്തിലെ ഏറ്റവും ഏറ്റവും വലിയൊരു ഒരുമിച്ച് അവൻ ഹജ്ജ് കർമ്മം ചെയ്യേണ്ടത്. അത് എത്ര വെളുത്തവനായാലും കറുത്തവന്റെ കൂടെയാണ് ഹജ്ജ് ചെയ്യേണ്ടത്. അത് ഇസ്ലാമിലെ ഈ ഹജ്ജ് എന്ന് പറയുന്ന ഈ ഒരു ഇബാദത്തിന്റെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഐക്യമാണ്. അതുകൊണ്ട് വലിയൊരു ഐക്യമാണ്. കാരണം അതുകൊണ്ട് തന്നെയാണ് ലോകം ഹജ്ജിന് അത്രമേൽ പലയിടത്തും സോഷ്യൽ മീഡിയകളിലൊക്കെ ഹജ്ജിന്റെ കാലഘട്ടമാകുമ്പോൾ പലയിടത്ത് ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് കാണാം. അത് തന്നെയാണ് ഇസ്ലാമിനെ മറ്റുള്ള മതങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി റമദാൻ പോലെ തന്നെ ഈ മാസത്തിനും അത്രമേൽ പ്രാധാന്യം കൊടുക്കുന്നതും ഈ ഒരു വിഷയങ്ങളും ഈ ഒരു ഹജ്ജിന്റെ മാസത്തെ വല്ലാതെ സന്തോഷമുള്ള വിഭാഗത്തിനെല്ലാം കൂടുതൽ ഒരു മുൻഗണന നൽകി ഈ ഒരു മാസത്തെ നമ്മൾ വരവേൽക്കുന്നത് അക്കാരണം കൊണ്ട് കൂടിയാണ്. അത് മാത്രമല്ല വളരെയേറെ നമ്മൾ സ്മരണ പുതുക്കുന്ന ഒരു മാസം കൂടിയാണ് ഈ ഹജ്ജ് എന്ന് പറയുന്നത്. ഹജ്ജ് എന്നൊക്കെ പറയുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെയും അവിടുത്തെ പ്രിയ പത്നിയുടെയൊക്കെ ഒരു അവിടുത്തെ ജീവിതത്തിലുണ്ടായ ഓരോ കാര്യങ്ങളെയും നമ്മൾ അയവിറക്കുന്ന അത്രയേറെ മനോഹരമായ ഒരു കർമ്മം. അതൊക്കെ എങ്ങനെയാണ് അവർ അനുഭവിച്ചത്, ആ സ്ഥലങ്ങൾ കാണലും അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അനുഭവിക്കൽ, അത് തന്നെയാണ് ഹജ്ജ് എന്ന് പറയുന്നത്. 1000 വർഷങ്ങൾക്ക് മുമ്പുള്ള ചരിത്രമാണ് പുതുക്കുന്നത്. കാരണം ആ ഒരു സഫ മർവ മലകൾക്കിടയിലുള്ള ഒരു വല്ലാത്തൊരു അവസ്ഥ. കാരണം അതെന്ന് പറയുന്നത് ഇസ്ലാം എന്ന് പറയുമ്പോൾ സഫ മർവ മലകൾക്കിടയിൽ ഒരു ഇസ്മായിൽ എന്ന് പറയുന്ന കുഞ്ഞുമോൾക്ക് വേണ്ടിയിട്ടൊരു പെണ്ണായ ഹാജറ ബീവി ഓടിയ ഓട്ടം, ആ പെണ്ണിന്റെ കാൽപ്പാടുകളെ പിന്തുടർന്നാലേ നിങ്ങളുടെ കർമ്മം പൂർത്തിയാകൂ എന്ന് പഠിപ്പിച്ച അവിടെയും ഇസ്ലാം സ്ത്രീകൾക്ക് പ്രാധാന്യം നൽകുന്നുണ്ട്. ജലമായ സംസമുണ്ടായ ചരിത്രമൊക്കെ ഇപ്പോഴും നിലയ്ക്കാതെ ലക്ഷക്കണക്കിന് ലിറ്ററുകൾ അതിൽ നിന്ന് പമ്പ് ചെയ്തെടുത്തിട്ടും നീര് ഉറവ വറ്റാത്ത ഒരു പാനീയമായി സംസം ഇപ്പോഴും ഹജ്ജിനെ പ്രതിനിധാനം ചെയ്യുന്നു. നമുക്ക് ആ ഹജ്ജിനെ പറ്റി സ്മരിക്കാൻ ഇന്നും ലോകത്തിന് വല്ലാത്തൊരു മാതൃകയാണ് എന്നുള്ള ഇസ്ലാമിന്റെ ഒരിക്കലും ആർക്കും തള്ളിപ്പറയാൻ പറ്റാത്ത രീതിയിൽ അത്രയേറെ കാര്യങ്ങൾ ഇതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. അത്രയുമേൽ മുത്തുനബിതങ്ങൾ ആ പ്രഖ്യാപനത്തിലൂടെ ദീർഘവീക്ഷണം നടത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. കാരണം 3 കാര്യങ്ങൾ അന്ന് പ്രഖ്യാപിക്കുമ്പോൾ അന്ന് ഉള്ള പ്രശ്നങ്ങൾ മാത്രമല്ല, അല്ലെങ്കിൽ അന്നുള്ള അവകാശങ്ങൾക്ക് മാത്രമല്ല നബിതങ്ങൾ പ്രാധാന്യം നൽകി. ഇനി മുന്നോട്ടുള്ള കാലഘട്ടത്തിൽ എന്തൊക്കെ സംഭവിക്കും എന്നതിനെ കുറിച്ചുള്ള ഒരു ദീർഘവീക്ഷണം കൂടിയായിരുന്നു ആ പ്രഖ്യാപനത്തിലൂടെ നബിതങ്ങൾ അർത്ഥമാക്കിയിട്ടുണ്ടാവുക. അതുപോലെ തന്നെ നബിതങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനമാണ് ജനങ്ങളുടെ അവകാശങ്ങളും സമ്പത്തും ജീവനും എന്നുള്ളത്. അപ്പോൾ നബിതങ്ങൾ പറയുന്നുണ്ട്, ഞാനിപ്പോൾ നിൽക്കുന്ന, അഥവാ അറഫയിൽ നിന്നാണല്ലോ നബിതങ്ങൾ പ്രഖ്യാപിക്കുന്നത്, അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലവും ഈ ദിവസവും ഈ മാസവും എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നുണ്ടോ അത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവനും സമ്പത്തും ആത്മാഭിമാനവും എന്നുള്ളത്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, നിങ്ങളെ ആരെങ്കിലും വിശ്വസിച്ച് ഒരു സാധനം ഏൽപ്പിച്ചിട്ട് അദ്ദേഹം പോവുകയാണെങ്കിൽ നമ്മളതിൽ യാതൊരു വിധമായ വിഷയങ്ങളും നടത്താതെ ആ ആൾ തിരിച്ചു വരുമ്പോൾ ആളിലേക്ക് എന്ത് ചെയ്യുക, നമ്മൾ വിശ്വസിച്ച് നമ്മളെ ഏൽപ്പിച്ച കാര്യം അത് തിരിച്ച് നമുക്ക് കൊടുക്കാൻ സാധിക്കണം എന്ന് റസൂലുള്ളാഹി പറയുന്നുണ്ട്. അതുപോലെ തന്നെ പലിശയെ റദ്ദ് ചെയ്യുന്നതിനെ കുറിച്ച് റസൂലുള്ളാഹി സംസാരിക്കുന്നുണ്ട്. അതിന് ഒരു മാതൃക കൂടി റസൂലുള്ളാഹി കാണിക്കുന്നുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞു, എൻ്റെ പിതൃവ്യനായ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് അദ്ദേഹത്തിന് കിട്ടാനുള്ള പലിശ ഞാനിവിടെ അസാധുവാക്കുന്നു എന്ന് റസൂലുള്ളാഹി അവിടെ നിന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസാനം ആ കൺക്ലൂഷനിൽ റസൂലുള്ളാഹി പറഞ്ഞത് വളരെ ശ്രദ്ധയാണ്. ചോദിക്കുന്നുണ്ട്, ഞാൻ പൂർത്തീകരിച്ചില്ലേ എന്ന്. എന്താ ചോദിക്കുന്നത് വെച്ചാൽ, എന്നെ ഏൽപ്പിച്ച അള്ളാഹു നിങ്ങളുടെ പ്രവാചകന്റെ മേൽ ഏൽപ്പിച്ച ദൗത്യങ്ങൾ ഞാൻ പൂർത്തീകരിച്ചില്ലയോ? അന്നേരം ജനങ്ങൾ പറയുന്നുണ്ട്, അതേ പ്രവാചകരെ അങ്ങത് പൂർത്തീകരിച്ചു. എന്നിട്ട് പറയുന്നുണ്ട്, ഇത് നിങ്ങൾ ഇവിടെ ഇല്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കണം എന്ന് പ്രഖ്യാപനങ്ങൾ. അപ്പോ അതിനർത്ഥം കിയാമത്ത് നാൾ വരെ വരുന്ന ജനങ്ങളിലേക്ക് ഇത് എത്തണം എന്ന് നിബിധങ്ങൾ അന്നേ മുൻകൂട്ടി കണ്ടിട്ടുണ്ട്. അങ്ങനെ പറയുമ്പോൾ ഈ ഒരു സമകാലിക യുഗത്തിൽ അറഫ പ്രഭാഷണത്തിന്റെ ചിലപ്പോൾ ഒരു പക്ഷേ ഇനി പറയാൻ ഞാൻ ഉണ്ടാവണമെന്നില്ല എന്നും ഒരുപക്ഷെ റസൂലുള്ളാഹി കണ്ടിട്ടുണ്ടാവും. അപ്പോ ഇനി ഈ കിയാമത്ത് നാൾ വരെ വരുന്ന ജനങ്ങൾ, അതായത് ഇന്ന് നമ്മൾ ജീവിക്കുന്ന ആളുകൾ ഈ അറഫ പ്രഭാഷണത്തിന്റെ അതിലടങ്ങിയിരിക്കുന്ന വിഷയങ്ങൾ, നബികൾ പറഞ്ഞ കാര്യങ്ങൾ,
അതിനൊക്കെ നമ്മൾ പഠിച്ച് അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുകയും പലിശയില്ലാതെ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെയും നമ്മുടെ അഭിമാനത്തെയും സംരക്ഷിച്ച് സ്ത്രീകളുടെ കാര്യത്തിൽ പൂർണ്ണമായി ശ്രദ്ധിച്ച്, കാരണം അവർ അടിച്ചമർത്തപ്പെടേണ്ടവരല്ല എന്നുള്ള കാര്യം ശ്രദ്ധിച്ച്, അതുപോലെ തന്നെ മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങളും ഇതെല്ലാം നാം ഉൾക്കൊണ്ട് ഇനി നമ്മൾ അതുപോലെ ജീവിക്കാൻ നമ്മൾ ശ്രമിക്കണം. ഈ അറഫ പ്രഭാഷണത്തെ പറ്റി മനസ്സിലാക്കുകയും ഈ ലോകം മുഴുവൻ ആ അറഫ പ്രഭാഷണത്തെ പറ്റി അതിൻ്റെ ആശയങ്ങൾക്കനുസരിച്ച് ജീവിച്ചാൽ ഭൂരിഭാഗം പ്രശ്നങ്ങളും തീരും എന്നുള്ളതാണ് നമുക്ക് ഇന്ന് മനസ്സിലാക്കുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞ ഒരു മനുഷ്യന് എന്തെല്ലാം വേണമോ ഒരു മനുഷ്യന് വേണ്ടിയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ പ്രസംഗത്തിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ജീവിതം ഇതിനനുസരിച്ച് ക്രമീകരിക്കുകയും, അതുകൊണ്ട് തന്നെ ഈ ഹജ്ജ് എന്ന് പറയുന്നത് ഹജ്ജിന്റെ മാസമാണ്. ഹജ്ജിന്റെ പവിത്രതയെ പറ്റി മനസ്സിലാക്കുകയും ഈ അറഫയെ പറ്റി കൂടുതൽ നിങ്ങൾ അറിയാൻ ശ്രമിക്കുകയും മാത്രം ആത്മാർത്ഥതയോടെ പറയുകയാണ്. സാധിക്കണം. അസ്സലാമു അലൈക്കും.